തിരുവനന്തപുരത്തെ പ്രത്യേകിച്ച് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ BJP ഏറെക്കുറെ സർപ്രൈസ് സ്ഥാനാർത്ഥിമാരെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് BJPയുടെ മുന്നൊരുക്കങ്ങളൊക്കെ ഏതുവരെയായി? നല്ല നിലയിലുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥികളിൽ മഹാഭൂരിപക്ഷവും പ്രഖ്യാപിച്ചു. വൈകാതെ ബാക്കി സ്ഥാനാർത്ഥികളോട് പ്രഖ്യാപിക്കാൻ സാധിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി 14-ാം തീയതി ആരംഭിക്കുന്നതോടുകൂടി തന്നെ പൂർണ്ണമായ ഫുൾ സ്വിങ്ങിലുള്ള പ്രചാരണം ആരംഭിക്കും. ഗൃഹസമ്പർക്കം, മറ്റ് പ്രചാരണ പരിപാടികൾ, അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണ്, അത് പരിഹരിക്കാൻ ഞങ്ങളുടെ കയ്യിലുള്ള ഫോർമുല എന്താണ്, അങ്ങനെ ഒരു ഡയറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, അല്ലാതെ വെറുതെ വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയായിട്ട് പറഞ്ഞുകൊണ്ടല്ല. ഈ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വികസനവും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളും ഒക്കെ തന്നെ ആയിരിക്കുമോ? അല്ല, രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ. കാരണം സ്വർണ്ണക്കൊള്ള, അതുപോലുള്ള അഴിമതി, വാസുവിൻ്റെ അറസ്റ്റ് നടന്നെങ്കിലും ദേവസ്വം മന്ത്രിമാരായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കും വാസവനിലേക്കും അത് പോവാത്തത്, അതൊക്കെ വരുമല്ലോ. ഈ തിരുവനന്തപുരത്ത് നഗരസഭ പരിശോധിക്കുമ്പോൾ സർപ്രൈസ് സ്ഥാനാർത്ഥിമാരെ രംഗത്തിറക്കി, ശ്രീലേഖ IPS ഉൾപ്പെടെ. പക്ഷേ മേയർ സ്ഥാനാർത്ഥി ആര് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് BJP പോയിട്ടില്ല ഇതുവരെ. അല്ല, മേയർ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന ഉടനെ തീരുമാനിക്കും. അതിനെപ്പറ്റി സംശയങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് എന്തായാലും നല്ല മേയർ സ്ഥാനാർത്ഥി ഉണ്ടാവും, നല്ല മേയറായിരിക്കും. അല്ലെന്തായാലും ഈ ഒരു രാഷ്ട്രീയ പരിജ്ഞാനമൊന്നോ അതൊക്കെ ഞങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്കൊരു വേവലാതിയും വേണ്ട. മേയർ നല്ല ഒരു ഒട്ടും വൈകാതെ, അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന് ഒട്ടും വൈകാതെ തന്നെ ഞങ്ങൾക്ക് മേയർ സ്ഥാനാർത്ഥിയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കും.